തമ്പനയിൽ നിങ്ങൾ കണ്ടതുപോലെ തന്നെ ഇന്നത്തെ വീഡിയോ വണ്ടിയുടെ മെയിൻ്റനൻസുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ്. ബൈക്ക് ഉപയോഗിക്കുന്നവർക്ക് ഏറ്റവും അധികം മെയിൻ്റനൻസ് വേണ്ടി വരുന്ന ഒരു മേഖലയാണ് വണ്ടിയുടെ ചെയിൻ എന്ന് പറയുന്നത്. അടിക്കടി ബൈക്ക് ഓടിക്കുന്നവർ നേരിടുന്ന ഒരു പ്രധാന പ്രശ്നമായിരിക്കും ചെയിൻ ലൂസാവുക എന്നുള്ളത്. ചെയിൻ ലൂസായി കഴിയുമ്പോൾ അതിൽ നിന്നുണ്ടാകുന്ന സൗണ്ടും കാര്യങ്ങളൊക്കെ മാറ്റമുണ്ടായിരിക്കും. നമ്മൾ ചെയിൻ അടിക്കുക എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമുക്ക് സ്വന്തമായിട്ട് ഇങ്ങനെ ലൂസാകുന്ന ചെയിൻ എങ്ങനെ ടൈറ്റ് ചെയ്യാം, അതുപോലെ അതെങ്ങനെ ലൂബ് ചെയ്ത് പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാം തുടങ്ങിയ കാര്യങ്ങളാണ്. എൻ്റെ പേര് സെബിൻ. അപ്പോൾ എല്ലാവർക്കും ഡിസ്കവർ ക്രോണിക്കിൾസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആക്ച്വലി ഞാൻ എൻ്റെ ബൈക്കിൽ സ്ഥിരമായി ചെയ്യുന്ന ഒരു മെയിൻ്റനൻസ് ആക്ടിവിറ്റിയാണ് ഈ ഡ്രൈവ് ചെയിൻ ലൂബിങ്ങും അതുപോലെ ടൈറ്റനിങ്ങും എല്ലാം. അപ്പോൾ ഡ്രൈവ് ചെയിൻ എന്താണെന്ന് അറിയാത്തവർക്കായി ബൈക്കിൽ ചക്രം തിരിക്കാൻ ഉപയോഗിക്കുന്ന ഈ ഒരു ചെയിനാണ് ഡ്രൈവ് ചെയിൻ എന്ന് പറയുന്നത്. അതായത് നമ്മുടെ എൻജിനിൽ നിന്ന് നമ്മുടെ ബൈക്കിൻ്റെ ടയറുമായി കണക്ട് ചെയ്യുന്ന ഈ ഒരു ചെയിനെയാണ് ഡ്രൈവ് ചെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ മെയിൻ്റനൻസ് എങ്ങനെയാണ് വരുന്നതെന്ന് ചോദിച്ചാൽ ഞാനിപ്പോൾ വണ്ടി ഓണാക്കി കാണിച്ചു തരാം. വണ്ടി ഇന്ന് ജസ്റ്റ് ഓണാക്കുകയാണ്. വണ്ടി സ്റ്റാർട്ടായി. ഇനി ഫസ്റ്റ് ഗിയറിലിട്ടിട്ട് ചെയിൻ്റെ ഭാഗത്തേക്ക് ഞാനൊന്ന് കാണിക്കാം. ഇപ്പോൾ ചെയിൻ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് ഇത് മുകളിലേക്കും താഴേക്കും ഒരു സ്മൂത്ത് അല്ലാത്ത ഒരു മൂവ്മെൻറ്റ് നമുക്ക് കാണാൻ പറ്റും ചെയിൻ്റെ ഭാഗത്ത്. അതുപോലെ ഇത് അവിടെ ഇവിടെയും തട്ടുന്ന സൗണ്ടൊക്കെ നമുക്ക് കേൾക്കാനായിട്ട് സാധിക്കും. ചെയിൻ ഒരുപാട് ലൂസായതുകൊണ്ടാണ് ഇത്തരത്തിലുള്ളൊരു മൂവ്മെൻറ്റ് ഉണ്ടാകുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിൽ വണ്ടി അധികം നമ്മൾ ഓടിക്കുകയാണെങ്കിൽ എന്താണ് പ്രശ്നമെന്ന് ചോദിച്ചാൽ നമ്മുടെ വണ്ടിയുടെ റൈഡിങ് കംഫർട്ട് കുറയും എന്നുള്ളത് മാത്രമല്ല, ഈ ഒരു ചെയിനും സ്പ്രോക്കറ്റിൻ്റെയും ലൈഫ് കുറയും എന്നുള്ളതാണ്. അതായത് കുറച്ച് കിലോമീറ്ററുകൾക്കകം തന്നെ ഈ ഒരു മൊത്തം സെറ്റ് നമ്മൾ റീപ്ലേസ് ചെയ്യേണ്ടതായിട്ട് വരും. കൂടാതെ ഈ രീതിയിൽ നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ അത് ഈ ചെയിൻ പൊട്ടിപ്പോകാനും അതുവഴി അപകടം സംഭവിക്കാനും സാധ്യത കൂടുതലാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ ഒരു ചെയിൻ മെയിൻ്റനൻസിൽ ചെയ്യാൻ പോകുന്ന കാര്യം എന്ന് പറയുന്നത് ഈ ചെയിൻ മൊത്തം ക്ലീൻ ചെയ്ത് ലൂബ്രിക്കൻ്റ് കൊടുത്തതിന് ശേഷം വേണ്ട രീതിയിലേക്ക് ടൈറ്റ് ചെയ്യാണ്. എൻ്റെ ബൈക്കിൽ ഈ ചെയിൻ കവർ ചെയ്യുന്ന രീതിയിലൊരു ഭാഗമുണ്ട്, നിങ്ങൾ കാണാമെന്ന് വിചാരിക്കുന്നു. ആ ഒരു ഭാഗം ഞാൻ ഈ റിംഗ് സ്പാനർ ഉപയോഗിച്ച് അഴിച്ചെടുക്കുകയാണ്. അപ്പോൾ അതിനായിട്ട് ഇതിൻ്റെ 2 ബോൾട്ടുകളും ഇതുപോലെ ലൂസാക്കുകയാണ് ആദ്യമായിട്ട് ചെയ്യാനുള്ളത്. ഇനി അതിന് ശേഷം ഈ ഒരു 2 ബോൾട്ടുകളും അഴിച്ചെടുത്തു കഴിഞ്ഞാൽ ആ ഒരു ഭാഗം നമുക്ക് ഇങ്ങോട്ട് ഊരിയെടുക്കാനായിട്ട് പറ്റും. ചെയിൻ അനായാസം കൈകാര്യം ചെയ്യാൻ വേണ്ടിയാണ് നമ്മളിത് ഊരിയെടുക്കുന്നത്. ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ചെയിൻ വളരെയധികം ലൂസായിട്ടിരിക്കുന്നത് നമുക്ക് കാണാം. അതുപോലെ ഒരുപാട് പൊടിയും ചെളിയും ഒക്കെ ഈ ഒരു ചെയിൻമേ നിങ്ങൾക്ക് പറ്റിപ്പിടിച്ചിരിക്കുന്നതായിട്ട് കാണാം. അപ്പം അതുകൊണ്ട് ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ഈ ചെയിൻ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കുക എന്നുള്ളതാണ്. അപ്പം ഞാനിവിടെ ചെയിൻ ക്ലീൻ ചെയ്യാനായിട്ട് എടുത്തിട്ടുള്ളത് ഒരു ബ്രാൻഡഡ് ചെയിൻ ക്ലീനറാണ്. ഇത് തന്നെ യൂസ് ചെയ്യണമെന്നില്ല, നിങ്ങൾക്ക് കെറോസിൻ അഥവാ മണ്ണെണ്ണ അവൈലബിൾ ആണെങ്കിൽ അത് ഉപയോഗിച്ചും ഈ ചെയിൻ ക്ലീൻ ചെയ്യാൻ പറ്റും. ഞാനിത് ഡ്രൈവ് ചെയിനിൽ കംപ്ലീറ്റ് ആയിട്ട് സ്പ്രേ ചെയ്യാണ്. വീല് റൊട്ടേറ്റ് ചെയ്ത് കൊടുത്തിട്ട് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഇത് സ്പ്രേ ചെയ്യണം. അതിനുശേഷം ഒരു വേസ്റ്റ് ക്ലോത്ത് എടുത്ത് ഈ ചെയിൻ മൊത്തം ക്ലീൻ ചെയ്യുക. ഈ ചെയിനിൽ അടിഞ്ഞു കൂടിയിട്ടുള്ള പൊടിയും അതുപോലെ തന്നെ കീലും കാര്യങ്ങളെല്ലാം ഈ ഒരു ക്ലോത്തിൽ നമുക്ക് പറ്റിപ്പിടിച്ച് വരുന്നതായിട്ട് കാണാം. ക്ലോത്തിന് പകരം നിങ്ങൾക്ക് ഇവിടെ ബ്രഷ് യൂസ് ചെയ്യണമെങ്കിൽ ബ്രഷ് യൂസ് ചെയ്യാം. കാരണം ഈ ഒരു ചെയിൻ ക്ലീനിങ്ങിന് വേണ്ടി തന്നെ വരുന്ന ബ്രഷുകളൊക്കെ ഇപ്പോൾ ഓൺലൈനിൽ അവൈലബിൾ ആണ്. ഇതുപോലെ വീല് റൊട്ടേറ്റ് ചെയ്ത് ചെയിൻ്റെ എല്ലാ ഭാഗവും നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ക്ലീൻ ചെയ്തെടുക്കണം. അങ്ങനെ ഞാൻ ചെയിൻ മൊത്തം ക്ലീൻ ചെയ്തു ഇപ്പോൾ. അപ്പോൾ ഈ ഒരു ക്ലീനർ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇപ്പോൾ ചെയിൻ ക്ലീൻ ചെയ്തത്. ഇതുപോലെ തന്നെ സ്പ്രേ രൂപത്തിലുള്ള ചെയിൻ ലൂബുകളും നമുക്ക് അവൈലബിൾ ആണ്. ഇവ രണ്ടും ഓട്ടോമൊബൈൽ ഷോപ്സിലായാലും ഓൺലൈനിലായാലും നിങ്ങൾക്ക് മേടിക്കാനായിട്ട് സാധിക്കും. ഇനിയിപ്പോൾ ഞാൻ ഈ ചെയിൻ ലൂബിൻ്റെ സ്പ്രേ ചെയിനിൽ അപ്ലൈ ചെയ്യാണ്. അതും നമ്മൾ നേരത്തെ ക്ലീനർ ഉപയോഗിച്ച് അതേപോലെ തന്നെ സ്പ്രേ ചെയ്ത് കൊടുക്കണം. വീല് റൊട്ടേറ്റ് ചെയ്ത് സ്പ്രേ ചെയ്ത് കൊടുക്കണം. ചെയിൻ്റെ എല്ലാ ഭാഗത്തും ലൂബ്രിക്കൻ്റ് എത്തിക്കണം. അപ്പോൾ ഇതേപോലത്തെ പൈപ്പ് വെച്ച് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്തിട്ടായാലും ചെയിൻ്റെ എല്ലാ ഭാഗത്തും നമ്മൾ കൃത്യമായിട്ട് ലൂബ്രിക്കൻ്റ് എത്തിയെന്ന് ഉറപ്പ് വരുത്തണം. അപ്പോൾ ഇത്രയുമായി നമ്മുടെ ക്ലീനിങ്ങും ലൂബിങ്ങും കഴിഞ്ഞു. ഇനിയിപ്പോൾ ലൂസായിരിക്കുന്ന ഈ ചെയിൻ ടൈറ്റ് ചെയ്യുക എന്നുള്ളതാണ് അടുത്ത പണി. അതിന് വേണ്ടിയിട്ട് ബാക്ക് ടയറിലെ സെൻറ്റർ ഷാഫ്റ്റിൻ്റെ നട്ട്സ് ലൂസാക്കണം. ഇതിനായി ഒരു റിംഗ് സ്പാനർ എടുത്തിട്ടുണ്ട്. ഈ ഒരു റിംഗ് സ്പാനർ ഒരു ഭാഗത്ത് വെക്കുകയാണ്. അതുപോലെ മറ്റൊരു സ്പാനർ എടുത്ത് ഈ ഒരു ഷാഫ്റ്റിൻ്റെ മറുഭാഗത്തും ഞാൻ വെക്കുകയാണ്. അതിനുശേഷം ഇപ്പോൾ കാണുന്ന പോലെ സെൻറ്റർ ഷാഫ്റ്റിൻ്റെ നട്ട്സ് ലൂസാക്കണം. ഇപ്പോൾ ഈ ഭാഗത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു ഗ്യാപ്പ് കാണാം. അതായത് നട്ട്സ് ലൂസായിട്ടാണ് ഇരിക്കുന്നത്.
ഇനി ഈ ഒരു നട്ട്സ് കണ്ടോ, രണ്ട് ഭാഗത്തും ഈ ഒരു നട്ട്സ് നിങ്ങൾക്ക് കാണാം. ഇത് ടൈറ്റ് ചെയ്യുമ്പോഴാണ് ചെയിൻ ടൈറ്റ് ആവണത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു സ്പാനർ എടുത്തിട്ടുണ്ട്. ആക്ച്വലി ഇവിടെ രണ്ട് നട്ട്സ് ഉണ്ടായിരിക്കും. ഇതിൽ ആക്ച്വലി ഫ്രണ്ടിലുള്ള നട്ടാണ് നമ്മൾ ചെയിൻ എത്രമാത്രം ടൈറ്റ് ആവണമെന്ന് തീരുമാനിക്കുന്നത്. ഫ്രണ്ടിലുള്ള നട്ടിനെ ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ആ പൊസിഷനിൽ ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പുറകിലുള്ള നട്ട്. അതായത് നമ്മളൊരു പൊസിഷനിൽ വെച്ച് ചെയിൻ ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു പൊസിഷനിൽ നിന്ന് മാറാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പുറകിലെ നട്ട് ഉപയോഗിച്ച് ആ പൊസിഷൻ ടൈറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മൾ ചെയിൻ ടൈറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യം ഇവിടെ എത്രമാത്രം ടൈറ്റ് ചെയ്യുന്നു അത്രയും തന്നെ അപ്പുറത്തും ടൈറ്റ് ചെയ്യണം എന്നുള്ളതാണ്. എങ്കിലേ വീല് സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കുള്ളൂ, അല്ലെങ്കിൽ ഒരു സൈഡിലേക്ക് വീലിന് ചെരിവ് വരും. ഈ കാര്യം ഉറപ്പാക്കാൻ ഇവിടെ കാണുന്ന ഈ മാർക്കുകൾ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. കാരണം ഇത് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് സെൻറ്റർ ഷാഫ്റ്റ് എത്രമാത്രം പുറകിലേക്കാണ് അല്ലെങ്കിൽ എത്രമാത്രം മുമ്പിലേക്കാണ് നീങ്ങിയിട്ടുള്ളത് നമുക്ക് മനസ്സിലാവും. അപ്പം ഞാനിവിടെ ഒരു ഭാഗത്ത് ചെയിൻ ടൈറ്റ് ചെയ്യാനായിട്ട് തുടങ്ങുകയാണ്. അപ്പം നമുക്ക് അത്യാവശ്യം തന്നെ ടൈറ്റായി നമുക്കിങ്ങനെ ചെക്ക് ചെയ്ത് നോക്കാം. അത്യാവശ്യം ടൈറ്റ് ആയിട്ടുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അപ്പുറത്തെ സൈഡിലും അതേപോലെ തന്നെ ടൈറ്റ് ചെയ്യണം. അവിടെ എത്ര റൊട്ടേഷൻ ചെയ്തു അത്രയും തന്നെ റൊട്ടേഷൻ ഇപ്പുറത്തും ചെയ്യണം. രണ്ട് ഭാഗത്തും ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചെയിൻ്റെ ടെൻഷനൊന്ന് നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കണം. കാരണം ഇത് ഒത്തിരി ടൈറ്റ് ആവാനും പാടില്ല, വല്ലാണ്ട് ലൂസ് ആവാനും പാടില്ല. ഒത്തിരി ടൈറ്റ് ആയിട്ടുണ്ടെങ്കിൽ ചെയിൻ പൊട്ടാനുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ തന്നെ വല്ലാതെ ലൂസായിട്ടുണ്ടെങ്കിലും നേരത്തെ പറഞ്ഞ പ്രശ്നങ്ങളും വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആവശ്യം വേണ്ട രീതിയിൽ ചെയിൻ ടൈറ്റായി കഴിഞ്ഞാൽ രണ്ടാമത്തെ നെറ്റ് ഉപയോഗിച്ച് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആ ഒരു പൊസിഷൻ ലോക്ക് ചെയ്യുക. അത് രണ്ട് സൈഡിലും നമ്മൾ ചെയ്യണം. ഇത്രയുമായാൽ നമ്മൾ നേരത്തെ ലൂസാക്കിയ സെൻറ്റർ ഷാഫ്റ്റ് നമുക്കിനി ടൈറ്റ് ചെയ്യാം. അത് ഫുൾ ടൈറ്റ് തന്നെ ചെയ്യണം, കാരണം അല്ലെങ്കിൽ ടയർ ഊരിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇനി വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ഈ ഡ്രൈവ് ചെയിനിൻ്റെ ടെൻഷൻ കറക്റ്റ് അല്ലേ എന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഇനിയിപ്പോൾ നമ്മൾ തുടക്കത്തിൽ ഊരിയെടുത്ത ആ ചെയിൻ കവർ ചെയ്യുന്ന ഒരു ഭാഗം തിരിച്ച് ഫിറ്റ് ചെയ്യാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ബൈക്കിൻ്റെ ചെയിൻ മെയിൻ്റനൻസ് ആക്ടിവിറ്റീസ്. അപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് കിട്ടിയ അറിവ് നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരയ്ക്കും ബൈ.